എനിക്ക് ഇന്നിവിടെ കൂടുതൽ വർക്ക് ഉണ്ട്. ഐ ഹാവ് മോർ വർക്ക്സ് യെറ്റ് ടുഡേ എന്നാണോ നിങ്ങൾ പറയാറുള്ളത്? എങ്കിൽ അത് തെറ്റാണ്. വർക്ക് എന്നുള്ള വേർഡ് പ്ലൂറൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. എനിക്കിന്നിവിടെ കൂടുതൽ വർക്ക് ഉണ്ട്. ഐ ഹാവ് മോർ വർക്ക് യെറ്റ് ടുഡേ. എനിക്കിന്ന് ഒത്തിരി വർക്ക് ഉണ്ട് ഇവിടെ. ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ഹിയർ. വീണ്ടും എ ലോട്ട് ഓഫ് വർക്ക്സ് എന്ന് പറയാൻ പാടില്ല. ഓക്കെ, എനിക്കൊരു വർക്ക് ഇവിടെ ഒന്നില്ല. ഐ ഡോണ്ട് ഹാവ് എനി വർക്ക്സ്. തെറ്റാണ്. ഐ ഡോണ്ട് ഹാവ് എനി വർക്ക് യെറ്റ് ടുഡേ എന്നാണ് പറയുക. ഇനി കൺസ്ട്രക്ഷൻ വർക്കുകൾ, നിർമ്മാണ പ്രവർത്തികൾ എന്നുള്ള സെൻസിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക്സ് എന്ന് പ്ലൂറൽ ഫോമിൽ ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, റോഡ് വർക്ക് നടക്കുകയാണ് മുന്നിൽ. റോഡ് വർക്ക്സ് എഹെഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അത്. റോഡ് വർക്ക്സ് എഹെഡ്. റോഡ് വർക്ക് മുന്നിൽ നടക്കുന്നുണ്ട്. റോഡ് പണികൾ എന്നാണ് അർത്ഥം. ഇത് നോക്കൂ, വാട്ടർ സപ്ലൈ വർക്ക്സ് ആർ ഗോയിങ് ഓൺ. അതായത് വാട്ടർ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. വാട്ടർ സപ്ലൈ വർക്ക്സ് ആർ ഗോയിങ് ഓൺ എന്നാണ് പറയുക. അതുപോലെ തന്നെ കൃതികൾ, സാഹിത്യത്തിലെ കൃതികൾ എന്നുള്ള സെൻസിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ വർക്ക്സ് എന്ന് പ്ലൂറൽ ഫോം ഉപയോഗിക്കാവുന്നതാണ്. ഐ ലവ് ഷേക്സ്പിയേഴ്സ് വർക്ക്സ്. ഷേക്സ്പിയറുടെ കൃതികൾ എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പുതിയ കൃതികളൊക്കെ തികച്ചും അസാധാരണമുള്ളതാണ്. ഹിസ് ന്യൂ വർക്ക്സ് ആർ റിയലി ഫാന്റാസ്റ്റിക് എന്നാണ് പറയുക. ഹിസ് ന്യൂ വർക്ക്സ് ആർ റിയലി ഫാന്റാസ്റ്റിക്. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടോ എന്നിവിടെ? ഇതെങ്ങനെയാണ് ചോദിക്കുക? ഡു യു ഹാവ് എനി വർക്ക്സ് യെറ്റ് ടുഡേ ഓർ ഡു യു ഹാവ് എനി വർക്ക് യെറ്റ് ടുഡേ? Just comment the right answer. Thank you.